ഇൻഗ്രീഡിയൻസ് നോക്കുക. നമ്മളിപ്പോൾ ഒരു 6 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഗ്രാം കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 60 ഗ്രാം വെണ്ടയ്ക്ക അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. പുളിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ തക്കാളി എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയ തക്കാളി എടുക്കാം. 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ ചിരവിയത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് പൊടികളൊക്കെയാണ്, അത് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് വെണ്ടയ്ക്കയും വഴുതനങ്ങയും സവോളയും തക്കാളിയും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വഴറ്റിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോള ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഒന്ന് ചെരിച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിന് പകരം ഒന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുക്കുക. തക്കാളി സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു തക്കാളി 8 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വഴുതനങ്ങയും ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള പീസായിട്ട് കിട്ടണം എന്നേ ഉള്ളൂ. ഒരുപാട് ചെറിയ പീസായിട്ട് വഴുതനങ്ങ കട്ട് ചെയ്യരുത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റി തുടങ്ങാം. അതിനുശേഷം നമ്മുടെ കറി റെഡിയാക്കാം. നമ്മളിപ്പോൾ കറി റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടിയിലും ചെയ്യാം, ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി സവോളയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. നമ്മൾ മുളക് പൊടിയൊക്കെ എരിവിന് വേണ്ടി ചേർക്കും എന്നുണ്ടെങ്കിലും പച്ചമുളകിൻ്റെ എരിവാണ് ആദ്യം ഈ കഷ്ണങ്ങളിലേക്ക് പിടിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ഇനി ഈ സവോള ഒന്ന് നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. സവോളയ്ക്കും നമ്മുടെ വെണ്ടയ്ക്കും വഴുതനങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ സവോള ഒന്ന് ഹാഫ് കുക്കായി വരുമ്പോൾ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി വല്ലാതെ ഉടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ വലിയ പീസുകളായിട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തക്കാളിയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് തക്കാളി കുക്കായാൽ മതി, ഒരുപാട് അങ്ങോട്ട് ഓവർ കുക്കായി പോകണ്ട. തക്കാളിയിൽ നിന്ന് തൊലിയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്ന പാകമാകുമ്പോൾ, ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ തക്കാളിയുടെ തൊലിയൊക്കെ വിട്ട് തുടങ്ങും. ആ ഒരു പാകമാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റൊക്കെ മതി കേട്ടോ, അതിലും കൂടുതൽ വഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്ന പാകമാവുന്നുണ്ട്. ചെറുതായിട്ട് വിട്ട് തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ആയി വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോകും. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം, എങ്കിലേ നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ എരിവിനായിട്ട് മുളക് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഒരു കളറിന് വേണ്ടി നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 3/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണിൽ താഴെ എരിവുള്ള മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം ചേർന്നൊന്ന് കുക്കായി വരട്ടെ. പൊടികളുടെ റോ ടേസ്റ്റ് നന്നായി മാറി വരണം. ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വരും. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ പുളി മാത്രം പോരാ, കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാളൻപുളി വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ചേർക്കാവുന്നതാണ്. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ വാളൻപുളി എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ചേർത്ത് വഴറ്റി കഴിയുമ്പോഴാണ് ചേർക്കേണ്ടത്, ഇപ്പോഴല്ല. ഇല്ലെങ്കിൽ 2 തക്കാളി ചേർത്താൽ മതി കേട്ടോ. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ 2 തക്കാളി മതി. ഇനി തക്കാളിയുടെ പുളിയും പോരാ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വാളൻപുളിയുടെ കാര്യം പറഞ്ഞത്. എനിക്ക് ഇടയ്ക്ക് കമൻറ്റ് വരാറുണ്ട് പുളി ചേർക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചില റെസിപ്പികളിൽ നമ്മൾ ഓവറായിട്ട് പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളൊരു മീഡിയം പുളിയിലൊക്കെ നിർത്തുന്നത്. പിന്നെ ഇതുപോലെയുള്ള കറികളിലൊക്കെ ചെറിയൊരു പുളിരസം മാത്രം മതി, ഒരുപാട് പുളി വേണ്ട. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ കുക്കായിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ എപ്പോഴും കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വഴുതനങ്ങയുടെ കളർ മാറിപ്പോവും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഈ വെണ്ടയ്ക്കയും വഴുതനങ്ങയും ഒക്കെ ഒന്ന് കുക്കായി വരുന്ന അത്രയും സമയം, ഒരു 7 മിനിറ്റ് വരെ മിനിമം. നിങ്ങൾ കട്ട് ചെയ്യുന്ന കഷ്ണങ്ങളുടെ വലിപ്പം അനുസരിച്ച്, ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളുടെ വലിപ്പം അനുസരിച്ച് 7 മിനിറ്റ് വരെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മസാല കഷ്ണങ്ങളിലേക്കൊക്കെ ആയി വന്നിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്തിരുന്നാണല്ലോ. ഇനിയിപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം.
നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയരുത്. നമ്മൾ എരിശ്ശേരിക്ക് അരയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക. പക്ഷെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയണ്ട, ആ രീതിയിലൊന്ന് അരച്ചെടുക്കുക കേട്ടോ. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കണ്ട. നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ മസാലകളൊക്കെ ഉള്ളൂ. അപ്പോൾ തേങ്ങ വെറുതെ അരച്ചെടുത്താൽ മതി. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം ഏതാണ് തേങ്ങയുടെ പാകം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ചെറിയൊരു തരിതരിപ്പുണ്ട്, ഫൈൻ പേസ്റ്റ് ആയിട്ടില്ല. ഈ രീതിയിൽ അരച്ചെടുക്കുക. ഇനി നമുക്ക് തേങ്ങ മാറ്റി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് കുക്കായോ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിൽ കൂടുതലായി. നമുക്കിനി ഒന്ന് ഇളക്കി നോക്കാം. വഴുതനങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. വഴുതനങ്ങ ഇതുപോലെ പ്രസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ആവുന്നുണ്ടെങ്കിൽ വഴുതനങ്ങ കുക്കായി എന്നാണ് അർത്ഥം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് പ്രസ് ആയാൽ മതി. ഒരുപാട് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇതും വേവിക്കണ്ട കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം ചേർത്ത് കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ചിട്ട് വേണം നമുക്ക് അരപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരണം. വീണ്ടും ഒരു 7 മിനിറ്റോളം അടച്ചു വയ്ക്കുക. 7 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ മസാല ഫ്ലേവർ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാല ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയിൽ ആ ഒരു വഴുവഴുപ്പ് മാറാനാണ് ഇങ്ങനെ വഴറ്റിയിട്ട് വെള്ളം ചേർത്ത് വേവിക്കുന്നത്. അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് കൂടുതലായിരിക്കും കറിയിൽ. ഇതാകുമ്പോൾ വഴറ്റി കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് വേവിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ വഴുവഴുപ്പ് അങ്ങ് മാറി നിൽക്കും. അപ്പോൾ നമുക്കിനി വീണ്ടും അടച്ചു വയ്ക്കാം ഒരു 7 മിനിറ്റിലേക്ക്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങി. അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയും കുക്കായി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്ക കുക്കായിട്ട് ഇതുപോലെ കട്ടായി തുടങ്ങി. നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കട്ടായി വരും വെണ്ടയ്ക്ക. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കാം. എത്ര വെള്ളം വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് കൂടുതൽ ഗ്രേവിയുള്ള കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഗ്രേവിയുള്ള കറിയായിരിക്കും ഇഷ്ടം. അപ്പോൾ ഞാനൊരു മീഡിയം തിക്നെസ്സിൽ ഗ്രേവിയുള്ള രീതിയിലാണ് ചേർക്കുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഒരു ചെറുതായിട്ട് കുറുകിയിരിക്കുന്ന പാകത്തിൽ നമ്മുടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ആവി വരണം ഇനി, എങ്കിലേ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഉപ്പും എരിവും എല്ലാം കറക്റ്റാണോ എന്നുള്ളത്. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്നൊന്ന് ആവി വരട്ടെ, തിളയ്ക്കണ്ട. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. എരിവ് കറക്റ്റാണ്, ഉപ്പ് കുറവാണ്. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പേ ഉള്ളൂ. നമ്മുടെ ഈ അരപ്പിനും കൂടി പാകമായ രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറി തിളച്ചു പോവാതെ നന്നായിട്ട് ആ തേങ്ങ ഒന്ന് കുക്കായി വരണം. അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളത്തിലും താഴെ ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ലൂസായി വരാനാണ്. എന്താണെന്ന് വെച്ചാൽ ഇരിക്കും തോറും കറി കുറുകി വരും. അതിനനുസരിച്ച് നമ്മൾ ഗ്രേവി തീരുമാനിക്കണം. ഇതാകുമ്പോൾ ഒരു സെമി ഗ്രേവിയുള്ള കറി. സെമി ഗ്രേവി അല്ല, ഒരുവിധം ഗ്രേവി ഉണ്ട്, എങ്കിലും ഭയങ്കര ലൂസായിട്ടുള്ളൊരു ഒഴിച്ചുകറിയല്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ വഴുതനങ്ങയും വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ചേർത്ത് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. അത് അരപ്പ് ചേർത്തതിന് ശേഷം മാത്രം ചേർക്കുക. നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവർ ഒന്ന് നമ്മുടെ കറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത്. അത് താല്പര്യമുണ്ടെങ്കിലും മതി. ഗരം മസാല താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി നമുക്ക് ഗരം മസാലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കറിയിൽ നിന്ന് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വേണ്ട വറവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് മാറ്റി വയ്ക്കട്ടെ. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. തക്കാളിയുടെ ആ ഒരു റെഡ് കളറും വെണ്ടയ്ക്കയുടെ ഗ്രീനും പച്ചമുളകിൻ്റെ ഗ്രീനും വഴുതനങ്ങയുടെ ചെറിയൊരു വയലറ്റ് ഷെയ്ഡും എല്ലാം ചേർന്ന് നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സവോളയൊക്കെ വഴറ്റാൻ വെളിച്ചെണ്ണ ചേർത്താണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. ഒരു 2 ടീസ്പൂണിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ 1.5 മുതൽ 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിൽ താഴെ കടുക് ചേർത്താൽ മതി.
അപ്പോൾ കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഈ സമയത്ത് നമുക്ക് 2 ഉള്ളി എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും എടുത്ത് വയ്ക്കുക. ഇതെല്ലാം നമ്മുടെ വറവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചത് ചേർക്കാം. ഞാനിപ്പോൾ 2 ഉള്ളി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് ഉള്ളിയൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോള ചേർത്തതാണല്ലോ. അപ്പോൾ ഒരുപാട് ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഞാനൊരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും, ഒരു തണ്ട് കറിവേപ്പില മതി, ഒരുപാടൊന്നും വേണ്ട. ഇത്രയും ചേർത്തിട്ട് ഈ ഉള്ളി ഒന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. എല്ലാ വറവിലും നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണിത്. പിന്നെ ഉള്ളി വേഗം ബ്രൗൺ ആയി വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ വളരെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരാൻ. കൂടുതൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വേഗം തന്നെ ബ്രൗൺ ആയി കിട്ടും. ഞാനിതൊന്നും വഴറ്റിയെടുക്കട്ടെ നന്നായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തിയുടെ കൂടെയാണോ, ചോറിൻ്റെ കൂടെയാണോ, അപ്പത്തിൻ്റെ കൂടെയാണോ കൂടുതൽ ഇഷ്ടമായതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ റെസിപ്പികളുടെ കൂടെ ഏതുപോലെയുള്ള റെസിപ്പികൾ ഇഷ്ടമാകും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യണേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിതുപോലെ വെറൈറ്റി ആയിട്ട് 2-3 വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ആ കറികളുടെ പേരും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് തന്നെ ആ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ ഈ വറവ് റെഡി ആയത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ വറവ് ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറവിൻ്റെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വഴുതനങ്ങ വെണ്ടയ്ക്ക കറി. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഈ കറി ചൂടോടെ ഉപയോഗിക്കരുത്, ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം.